PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണഘടന എന്ന് പറയുന്ന ആദ്യ വീഡിയോയിലൂടെ നമ്മൾ ആമുഖത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ പൗരത്വത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഭരണഘടനയെക്കുറിച്ചും ആമുഖത്തെക്കുറിച്ചുമുള്ള അധിക വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചു, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ക്യാബിനറ്റ് മിഷന്റെ സന്ദർശനത്തോടെയാണ്. അപ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. അപ്പോൾ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളായി മാറിയത്, ആമുഖമായി മാറിയത്. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ആരെയാണ് ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആദർശങ്ങൾ, മൂല്യങ്ങൾ, അടിസ്ഥാനങ്ങൾ എല്ലാം പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ, ആദർശങ്ങൾ ഇവയെല്ലാം പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം. അപ്പം നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത്, പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്യത്തോടു കൂടിയാണ് ആമുഖം ആരംഭിക്കുന്നത്. ആമുഖപ്രകാരം സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അപ്പോൾ ആമുഖപ്രകാരം സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ആമുഖം നോൺ ജസ്റ്റിസബിൾ ആണ്. ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഖ്യാപിക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് ആമുഖം പ്രഖ്യാപിക്കുന്നത്. ഇനി ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു 5 കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പരമാധികാരം, സോവറിൻ, ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. പരമാധികാരം, അല്ലെ സോവറിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. നെക്സ്റ്റ്, സോഷ്യലിസം, സ്ഥിതി സമത്വം, സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളെ കുറിച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നു. അപ്പോൾ സോഷ്യലിസത്തിൽ എന്താണ് പറയുന്നത്? സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളെ കുറിച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നു. അടുത്തതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, സെക്യുലറിസം, മതേതരത്വം. അപ്പോൾ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ് സെക്യുലറിസം അഥവാ മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അപ്പോൾ മതേതരത്വത്തിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും
വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ജനാധിപത്യം അഥവാ ഡെമോക്രസി. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. അടുത്തതായി റിപ്പബ്ലിക്. രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ആമുഖത്തിന് 4 ലക്ഷ്യങ്ങളാണുള്ളത്. 1 നീതി, 2 സമത്വം, 3 സ്വാതന്ത്ര്യം, 4 സാഹോദര്യം. നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയാണ് ഭരണഘടനയിലെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളില് 3 തരത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. First one is social justice, and the second one is economic justice, and the final one is political justice. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഭരണഘടനയിലെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. 4 തരത്തിലുള്ള ലക്ഷ്യങ്ങളാണുള്ളത്. നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ആ നീതിയെ തന്നെ എന്തായിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള അവകാശം. പദവിയിലും അവസരത്തിലും സമത്വത്തിലും സാഹോദര്യവും ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും, അതുപോലെ തന്നെ പിന്നെന്താണ് അതിനകത്ത് പറയുന്നത്? പദവിയിലും അവസരത്തിലും സമത്വവും സാഹോദര്യവും ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി, അതായത് ആ തീയതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയതാണ്. ആമുഖം തയ്യാറാക്കിയ തീയതി 1949 നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് ആമുഖം തയ്യാറാക്കിയത്. പക്ഷെ ആമുഖം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആയപ്പോൾ. അതെന്നാണ്? 1950 ജനുവരി 26. ഇനി നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നു, നമ്മുടെ പ്രിയാമ്പിൾ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 42-ാം ഭേദഗതി. ഈ 42-ാം ഭേദഗതി നടപ്പിലാക്കിയത് 1976-ആണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തില് പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത്, പല വാക്കുകളും പല സെന്റൻസുകളും ഒക്കെ കൂട്ടിച്ചേർത്തു. അപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 ആമുഖത്തില് 1976-ലെ 42-ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1976 തൊട്ട് മുമ്പ് വരെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന വാക്കുകൾക്ക് പകരം 1976-ൽ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. അതായത് സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വം, സെക്യുലർ, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. 1976-ലെ ആമുഖം ഭേദഗതിയിൽ വരുത്തിയ മാറ്റങ്ങളാണ്, 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ മാറ്റങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. നമ്മൾ ആദ്യ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയിരുന്നു, നമ്മുടെ ഭരണഘടനയിൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടവയാണ് പലതും. ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. ഇതിനകത്ത് രണ്ടൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മനസ്സിലാക്കിയിരിക്കേണ്ടത്, പലതവണയും എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ആമുഖം
ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് 1960 സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറുബറി കേസാണ്. ബെറുബറി കേസിലാണ് 1960 ബെറുബറി കേസില് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. ഇനി അതേപോലെ 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. രണ്ടും വൈരുദ്ധ്യം നിറഞ്ഞതാണ് അല്ലെ. ഇനി ആമുഖത്തെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആമുഖത്തെ കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഒരു വിശേഷണമൊക്കെ മനസ്സിലാക്കിയിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ ഒരാൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ് ഠാക്കൂർദാസ് ഭാർഗവ അല്ലെ. അപ്പോൾ അത് ഇവിടെ പഠിക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ആമുഖത്തിന് പലരും നൽകിയിട്ടുള്ള വിശേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുടെ വാക്കുകളാണ്. എന്താണ്? ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു. ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം, മുൻഷിയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഓർത്താൽ മതി. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KM മുൻഷി. അപ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ KM മുൻഷിയുടെ രാഷ്ട്രീയ ജാതകം അത്രയും ഓർത്താൽ മതിയാകും. ആമുഖത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്, ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ് ഭരണഘടനയുടെ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇനി പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവയെ പലതരത്തിൽ ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ഏറ്റവും മൂല്യമുള്ള ഭാഗം, ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ജൂവൽ സെറ്റും, ഭരണഘടനയുടെ മൂല്യം അളക്കാൻ കഴിയുന്ന ശരിയായ അളവുകൾ എന്നിങ്ങനെയെല്ലാം ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവ. അപ്പോൾ ഠാക്കൂർദാസ് ഭാർഗവയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ഏറ്റവും മൂല്യമുള്ള ഭാഗം, ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയിലെ ജുവൽ സെറ്റ്, ഭരണഘടനയുടെ മൂല്യം അളക്കാൻ കഴിയുന്ന ശരിയായ അളവുകൾ. ഇനി അതുപോലെ തന്നെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ഭരണഘടനയെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്, ആമുഖത്തെ വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാലയാണ്. ഇനി നമ്മൾ പറഞ്ഞു നെഹ്റു ഡിസംബർ 13, 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച കാര്യം പറഞ്ഞു. അപ്പൊ ആ ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ഒരു ഭരണഘടനാ അംഗമാണ്. ആ ഭരണഘടനാ നിർമ്മാണ സഭ അംഗത്തിന്റെ പേരാണ് മുകുന്ദ് രാംറാവു ജേഗർ. മുകുന്ദ് രാംറാവു ജേഗറാണ് ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നിങ്ങനെ ഭരണഘടനയെ വിശേഷിപ്പിച്ച നിർമ്മാണ സഭ അംഗം. നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഇതുവരെ മനസ്സിലാക്കിയത് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളും ആമുഖത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമാണ്. എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.